بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. സർവപുണ്യങ്ങളെയും അതിൻ്റെ സ്വീകാര്യതയിൽ മാനദണ്ഡമാക്കപ്പെട്ടിട്ടുള്ളത് സത്യവിശ്വാസമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സത്യസരണി ലോകത്തെമ്പാടും വിഭാവനം ചെയ്യുന്ന സന്ദേശവും അതാണ്. ഒരു മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ മുസ്ലിമായി മരിക്കുന്നതിൽ എങ്ങനെ എത്തിപ്പെടുമെന്ന ആശങ്ക സത്യവിശ്വാസത്തിൻ്റെ ഒരു കാതലായ ഭാഗമാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു നെഞ്ചുടിപ്പ് കൂടുന്നത് ഭയവിഹലമായ മരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതിസന്ധി ഘട്ടം താൻ ഒരു പരിപൂർണ വിജയി ആകുമോ എന്ന ചിന്തയിലാണ്. അതിനെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ വളരെ ദുർബലമാണ്. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വരാനുള്ള ചടങ്ങുകൾ ലളിതം എന്ന പോലെ ഇസ്ലാമിൽ നിന്നും ഒരാൾക്ക് മതഭ്രഷ്ട് സംഭവിച്ച് പുറത്തു പോകാനുള്ള കാര്യകാരണങ്ങളും അതിലേറെ ലളിതമാണ്. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. ചുറ്റുപാടുകളെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മുടേത് അല്ലാത്ത സഹോദര സമുദായത്തെ നാം സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതുമുണ്ട്. ആവശ്യാനുസരണം അവരെ സഹായിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതും മതമാണ്. മതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കപ്പലിലെ യാത്രികൻ കിണറ് കുഴിച്ച കപ്പലിൻ്റെ അകത്തളത്തിൻ്റെ അപകടം പോലെ തന്നെ സമുദായത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന ചില പണ്ഡിത വേഷധാരികളെയും സമീപ ദിവസങ്ങളിൽ ലോകത്തുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. നിർലജ്ജതയോടെ മുസ്ലിമിനെ മുസ്ലിമല്ലാന്ന് പറയാനും പവിത്രമായ പള്ളികളെ മറ്റ് ഇതര ആലയങ്ങളോട് സമപ്പെടുത്താനും ശ്രമിക്കുന്ന ചില കുബുദ്ധികളുടെ വിവരം കെട്ട വർത്തമാനങ്ങൾ ഈമാനുള്ളവന്റെ മനസ്സിനെ കീറി നോവിപ്പിച്ച ഒരു രംഗമായിരുന്നു ഹ്രസ്വമായ ആ സംഭാഷണ ശകലങ്ങൾ മീഡിയകളിൽ പ്രചരിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യം. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹിദായത്തിൽ നിലനിർത്തട്ടെ. ഇതൊരു വെളിച്ചാണ് സഹോദര. നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹു ഇട്ട് തരുന്നൊരു വെളിച്ചാണ്. ആ വെളിച്ചം വരുമ്പോൾ അത് വെളിച്ചമായി തന്നെ ആ പുറത്തേക്ക് പോവാം. അത് സ്വാംശീകരിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അതിൻ്റെ പുറത്തേക്കുള്ള പ്രകടനങ്ങളും വിസരണങ്ങളും എല്ലാം അനർഘനിർഗളമായി പുറത്തേക്ക് വരുന്നത് മറ്റൊരു വെളിച്ചമായിട്ടാണ്. ഒരു റിഫ്ലക്സ് ആണ് ശരിക്കും സത്യതയിൽ. സ്വീകരിച്ചവനെ അത് കൊടുക്കാൻ കഴിയും. സ്വീകരിച്ചവന്റെ നാവിന്റെ തുമ്പുകൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഒരു പുണ്യകർമ്മം പറഞ്ഞു തരുമോ നബിയെ എന്ന് സ്വഹാബികൾ ചോദിക്കാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിന്റെ സഹോദരനെ സന്തോഷിപ്പിക്കാനുള്ള വാക്ക് നിന്റെ വായിൽ ഉണ്ട് എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന്. ഇദ്ഖാലു സുറൂർ അലാ അഖീഖ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് കഴിയുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ ഈ മതത്തിന്റെ യഥാർത്ഥമായ വെളിച്ചമെത്തി എന്ന് പറയാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബിനെ വെളിച്ചം എന്നാ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചം ആണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ വെളിച്ചത്തെ വെളിച്ചം അല്ല എന്ന് ചിത്രീകരിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ളതായ വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്നത്. നബി വെളിച്ചല്ലേ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ
ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വെളിച്ചം നാ പാടിയത് അങ്ങനെ പാടാൻ കഴിയും. നബിയെ, അങ്ങ് ഞങ്ങളിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആകാശത്തിൽ പരകോടി നക്ഷത്രങ്ങളുടെ കൂടെ ചന്ദ്രൻ ശോഭിച്ചു നിൽക്കുന്ന അഴക് പോലെയല്ലാതിനപ്പുറം പ്രശോഭിതമാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ വെളിച്ചത്തെ കണ്ടപ്പോ പറഞ്ഞത് ത്വലഅൽ ബദ്റു അലൈനാ എന്നാ പറഞ്ഞത്. ബദർ വെളിവായി എന്ന് മഹാന്മാരായ മദീനക്കാരിൽ ആദ്യം കണ്ടവർ പറഞ്ഞു പോയി. കാരണം അത് വെളിച്ചമാണ്. ആ വെളിച്ചം ഉള്ളിലില്ലേ പോയി. പിന്നെ പറയുന്നത് മുഴുവൻ ഇരുട്ടിന്റെ പ്രഹരങ്ങൾ മാത്രമായിരിക്കും. അതിന് മുസ്ലിയാരുടെ തലയെ കെട്ടും വലിയ താടിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആ കോലത്തിലിരുന്നു കൊണ്ട് ലോകത്തുള്ള മൂമിനീങ്ങളെ കാഫിറാക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവന്റെ വിവരക്കേടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഈ ഒരു ഇരുട്ട് അവനെ ബാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളിലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ പോയി. എവിടെയും വെളിച്ചമാണ്, വെളിച്ചമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ നബിയെ കുറിച്ച് ഇരുട്ടുകളെ അകറ്റിക്കളയുന്ന വെളിച്ചമെന്ന. ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഈ വെളിച്ചത്തെ കുറിച്ചുള്ള ഉത്തേജനം സത്യവിശ്വാസിയുടെ ഉള്ളിൽ കൂടുതൽ ശക്തിപ്പെടുത്താണ്. സുൻ അന്ത ബദ്റു അന്ത നൂറും ഫൗഖ നൂരി അല്ലാ അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അല്ലാഹുവിന്റെ ഹബീബ് വെളിച്ചമാണ്. അങ്ങ് സൂര്യനോ അങ്ങ് ചന്ദ്രനോ. ഇതൊരു കവിയുടെ ഏതെങ്കിലും അബോധാവസ്ഥയിൽ വന്ന ഭാവനയുടെ വാചകങ്ങളല്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഉള്ളിലുണ്ടെങ്കിൽ പറയുന്നത് വെളിച്ചമാ. وإن جدي رسول الله كان يقول أنت الخليفة لي في خير كل مقول. എന്റെ വല്ലുപ്പ പറഞ്ഞതാണ് എന്നോട് ദീന് പറയാൻ. അങ്ങനെ പറഞ്ഞത് ഒരു ആൺകുട്ടിയാടോ? എന്റെ വല്ലുപ്പ പറഞ്ഞോടത്ത് ഞാൻ ദീന് പറഞ്ഞു. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം കണ്ട പ്രതിഭാശാലിയായ പണ്ഡിത കേസരി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു. എന്റെ വല്ലുപ്പ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ, എന്റെ വക പറഞ്ഞതല്ല. കേരളത്തിൽ വന്ന ഏത് അവാന്തര വിഭാഗത്തിനും ഒരു പ്രതിഭ എന്ന് പറയാൻ മടിയില്ലാതെ വളരെയധികം വാചാലമായിട്ടുള്ള അബൂ ഹസൻ അലി അൻദവി സാഹിബിന്റെ റിജാൽ എന്റെ കയ്യിലുണ്ട്. റിജാലിൽ കാണാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെളിച്ചം കൊടുത്തത് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു. എന്തേ കേരളത്തിൽ നദ്വി സാഹിബിന്റെ ഗ്രന്ഥങ്ങളെ പരിഭാഷപ്പെടുത്തി കൊടുത്ത് റിജാൽ പരിഭാഷപ്പെടുത്താത്തത്? അപ്പൊ ഇത് പറയേണ്ടവരെ അതിന്റെ 1-ാം വാള്യത്തിൽ 7 മഹാന്മാരെ കുറിച്ച് പറഞ്ഞു. ലോകത്തുള്ളവർക്ക് വെളിച്ചം കൊടുത്തവരാണ്. ആ വെളിച്ചം ഉള്ളിലില്ലെങ്കിൽ പല വിഡ്ഢിത്തരങ്ങളും പറയും.
കേട്ടോളൂ പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين. സത്യത്തെ തമസ്വൽക്കരിച്ച സമൂഹത്തിന്റെ ഇടയിലേക്ക് ഖുർആൻ വന്നിട്ട് പറഞ്ഞു, ഇരുട്ടുകൾ പോകട്ടെ. പ്രിയപ്പെട്ട ജൂത സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള വേദങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ള അഭിധാനങ്ങളെ ഒന്ന് പഠിച്ചോളൂ. ആ അഭിധാനങ്ങളുടെ ഏറ്റവും മനോഹരമായ നാമമല്ലേ മുഹമ്മദ് മുസ്തഫ. ആ നബിയെ കുറിച്ച് പറയാണ്, തീർച്ചയായും നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നൂറുൻ, നൂറാണ്, 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 നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ് വന്നു എന്ന് പറഞ്ഞത്, പ്രകാശം എന്ന് പറഞ്ഞത്. ഒരു പ്രബോധകനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രകാശം എന്നാ പറഞ്ഞത്. ആ പ്രബോധകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശം ഉള്ളിലേക്ക് വരണം, ആ പ്രകാശം ഉള്ളിലേക്ക് വരണം. അത് സ്വലാത്ത് കൊണ്ടുവരണം, ആ പ്രകാശം മദ്ഹ് കൊണ്ടുവരണം. പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ വെളിച്ചമായി ഹൃദയത്തിൽ ചേരണം. കേട്ടോളൂ, ഒരു സംഭവം പറയാം. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ ശുറൈഹ് ഇബ്നു ഉബൈദ തങ്ങൾ പറയാണ്, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് പറയാ. കേട്ടോളൂ, എന്താണ് ഉമർ പറഞ്ഞത്? ഖറജതു അതഅറദു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല അൻ ഉസ്ലിമാ. ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിനെ കട്ട് കേൾക്കാൻ പോവുമായിരുന്നു. അപ്പൊ എന്തായിരിക്കും പറഞ്ഞത്? വെളിച്ചം അങ്ങനെയാണ്. അങ്ങയെ ശംസെന്ന് വിളിച്ചത് വെറുതെയല്ല നബിയെ. അങ്ങ് ശംസാണെന്ന് പറഞ്ഞാൽ അങ്ങയെ നിഷേധിക്കുന്നവനും ആ വെളിച്ചം കിട്ടും. ആ വെളിച്ചം കിട്ടാതെ അടഞ്ഞു പോയ ഹൃദയത്തിന്, അങ്ങയില്ലാത്ത ഹൃദയത്തിന് ആ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് വിളിക്കാൻ കഴിയും. താടിയിൽ കാര്യമില്ല, അത് ആട്ടുമുട്ടിനുണ്ടാകും എന്നിട്ട് ഉസ്താദ് പറയാറുണ്ട്. രൂപത്തിലെ കാര്യമില്ല, രൂപത്തിലല്ല കാര്യം, ഖൽബിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വെളിച്ചം ഖൽബിലില്ലെങ്കിൽ അവൻ ദാഇയല്ല. ലോകത്ത് വന്ന ദാഴികൾ മുഴുവനും അവിടെ സിൽസില എത്തിയാലേ പറ്റൂ. 100,000-ഓളം വരുന്ന ആയുധ വിഭൂഷിതരായ കൊള്ള സംഘം മുസ്ലിമായി ആരുടെ മുന്നിൽ? അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. ഒന്നോർക്ക പറയൂ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങളവരെ പ്രകീർത്തിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുകളെ കോവിലകമെന്ന് പറയാം. അത് ഹൃദയത്തിൽ വെളിച്ചമല്ലാത്തവർ അങ്ങനെ പറയാൻ പറ്റും. ശൈഖ് മുഹയ്യിദ്ദീൻ തങ്ങളുടെ മുന്നിൽ ലക്ഷങ്ങൾ മുസ്ലിമായി റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം 92 പേജിലാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ കട്ട് കേൾക്കാൻ ആ പ്രകാശത്തെ ഒന്നും മറഞ്ഞിരുന്നു നുകരാൻ ഞാനും പിന്നാലെ കൂടി എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ടോ ഞാൻ എൻ്റെ ഉള്ളിലുള്ള 1000 സംശയങ്ങളുമായി മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തെ ആ പാതിരാവിൽ പാത്തിരിക്കാൻ പറ്റുന്ന പാറയുടെ പിന്നിലിരുന്നു. റസൂലുള്ളാഹി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇമാം അഹ്മദിന്റെ മുസ്നദ് വായിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫഖുംതു ഖൽഫഹു, പിന്നാലെ കൂടി അല്ലാഹുവിന്റെ ഹബീബ് മസ്ജിദുൽ ഹറമിന്റെ അകത്തേക്ക് കയറി. ഫസ്തഫ്തഹ സൂറത്തുൽ ഹാഖ, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഹഖ യാ റസൂലുള്ളാഹി പാരായണം ചെയ്യുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ സമയത്ത് ഫജഅൽതു അഅ്ജബു, വലിയ വിവേകിയായ ഉമർ
വലിയ വിവേകി, ചിന്തയിൽ ഉമറിനോളം പറയാൻ പറ്റിയ ഒരു വ്യക്തി ആ കാലഘട്ടത്തിലില്ല. 4 വട്ടം അല്ലാഹുവിന്റെ ഖുർആന്റെ വഹ്യ് ഉമർ പറഞ്ഞതാ ശരി നബിയേ, അങ്ങനെ തന്നെയാ വഹ്യ് ഉമർ പറഞ്ഞതിന്റെ പിന്നാലെ വന്നതാ. അത്ര വലിയ അഭിപ്രായ വിശാലതയുടെ ഉടമയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ആ ഉമർ പറയാ, റസൂലുള്ളാഹി സൂറത്തുൽ ഹാഖ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനതിങ്ങനെ കേൾക്കാണ്, ആരുമില്ലല്ലോ സല്ലം ചെയ്യാൻ. ആ നിശബ്ദതയുടെ താരാട്ടിൽ ഹബീബിന്റെ വാചാലതയെ ഒരു ഗാനമായി ഞാൻ കേൾക്കുന്നു. ആ മൗനത്തിൽ എന്റെ കർണപുടങ്ങളിൽ ഒരു അലങ്കാരമായി അല്ലാഹുവിന്റെ ഖുർആന്റെ സൂറത്തുൽ ഹാഖയുടെ ഹബീബായ നബിയുടെ ശബ്ദിക മിശ്രണങ്ങൾ തലോടുകയാണ്. ഞാനിങ്ങനെ കണ്ണടച്ച് കേട്ടു. അപ്പോഴുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് ഖുർആൻ. എത്ര മനോഹരമായ അച്ചടക്കമുള്ള സാഹിത്യത്തിന്റെ ചടുല ഭാവങ്ങൾക്ക് ഇത്ര വലിയ ആസ്വാദനത്തിന്റെ ഒരു വലിയ മാസ്മരികമായ കഴിവോ. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ മുസ്ലിമല്ല, ഞാൻ ആ നേരം മുസ്ലിമല്ല. ഫഖുൽതു ഹാദാ വല്ലാഹി ശാഇർ. 6-ാം നൂറ്റാണ്ടിന്റെ ഇരുളടന ജനതയുടെ ഇടയിലെ ഏറ്റവും വലിയ സാഹിത്യ നവോമണ്ഡലത്തിലെ മുടിചൂടാ മന്നനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. റസൂലുള്ളാഹി ഒരു വലിയ പാട്ടുകാരനാണെന്ന് തോന്നിപ്പോയി ഹാഖ ഓതുന്നത് കേട്ടപ്പോ. പിന്നെയോ ഖുറൈശികൾ പറഞ്ഞത് ശരിയാണല്ലോ. ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൽ ഹാഖയുടെ 39 ആയത്ത് ഓതിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാ എനിക്ക് തോന്നിയത് ഈ ഓതുന്നത് മുഴുവൻ അനശ്വരമായ ഒരു കവിതാ വചനങ്ങളാ. അപ്പോഴുണ്ട് സൂറത്തുൽ ഹാഖയുടെ 40-ാമത്തെ ആയത്തിലേക്ക് റസൂലുള്ളാഹി കടന്നു വന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. 39 ആയത്ത് കേട്ടപ്പോൾ തോന്നി ഇത് കവിതയാണ്, പദ്യമാണെന്നൊക്കെ തോന്നി. 40-ാമത്തെ ആയത്ത് പറഞ്ഞു ഇത് മഹാനായ ജിബ്രീൽ അറിയിക്കുന്നതായി, ഇതൊരിക്കലും കവിതയല്ല ഖുർആൻ. 40-41 ആയത്തുകൾ കൊണ്ട് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ തളം കെട്ടി നിന്ന ആ സംശയത്തിന് നിവാരണം കിട്ടി. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, എന്നാൽ ഇത് മാന്ത്രികം കാണിക്കുന്ന ജ്യോത്സ്യനാണ്, അല്ലാതെ ഇങ്ങനെ ശബ്ദിക്കാൻ കഴിയില്ല. This book will go on exercise through all ages, a most potent influence എന്നാണ് ജർമ്മൻ ദാർശനികനായ ഗെയ്തെ ഈ പുതിയ നൂറ്റാണ്ടിന്റെ തലപ്പത്ത് വന്നു നിന്ന് പറഞ്ഞത്. എല്ലാ കാലഘട്ടങ്ങളിലും പരമപ്രധാനമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രക്രിയാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന പരിശുദ്ധ ഖുർആൻ ഉമറിന്റെ മനസ്സിനെ കീറിമുറിക്കാൻ ഓപ്പറേറ്റ് ചെയ്യാണ്, നന്നാക്കാണ്. വെളിച്ചാടോ അകത്തേക്ക് കയറുന്നത്? അങ്ങനത്തെ നാവിൽ നല്ലതേ വരൂ. ആ വെളിച്ചം കിട്ടിയ നാവ് കൊണ്ട് നല്ലതേ വരൂ. ആ വെളിച്ചം കിട്ടിയ നാവ് അരുത് എന്ന് പറയുന്നത് ലോകത്ത് ജനങ്ങളാൽ അത് ചെയ്യാതെ പോകൂ. വഹൈസു കാന ദാഇയൻ വഹൈസു കാന ദാഇയൻ ഇലല്ലാഹി മഅ ഇത്സാഫിഹി ബിൽ അമലി സ്വാലിഹി കാന ഖൗലുഹു മഖ്ബൂലൻ വയുഅസ്സിറു ഫിൽ ഖുലൂബ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, ഇമാം സവി രേഖപ്പെടുത്തുന്നു. ആ വെളിച്ചം കിട്ടിയാൽ അത് കൊടുത്താലാവൂ. അല്ലാതെയുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് കുഫറിന്റെ ആരോപണം നടത്തി മുന്നിൽ വന്നു നിൽക്കുന്ന വിവരമില്ലാത്തവന് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന ക്ഷുദ്രജീവികൾക്ക് അതിനപ്പുറത്തേക്ക് വാചാലമാവാൻ കഴിയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പുറംകാലുകൊണ്ട് തട്ടിക്കളയും. എന്താ ഈ പറയുന്നത്? ചെറിയ ആരോപണമാണോ? എത്രമാത്രം ഒരു മനുഷ്യൻ വിവരമില്ലായ്മയുടെ താഴത്ത് നിൽക്കുമ്പോഴാ പച്ചയായി പബ്ലിക്കായി ക്യാമറയുടെ മുമ്പിൽ വന്നെന്ന് മൈക്ക വെച്ച് കെട്ടിയിട്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങളെ സുന്നികളുടെ പള്ളിയിലെ മിഹ്റാബിൽ നിൽക്കുന്നവനെ തുടർന്ന് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവന് ആണത്തമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു വിദ്യാർത്ഥിയുടെ തരത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു. കൃത്യമായ പ്രമാണത്തിന്റെ വെളിച്ചവുമായി സംസാരിക്കാനും സംവദിക്കാനും വന്നാൽ നേരിടാൻ 1000 വിദ്യാർത്ഥി സമൂഹം കേരളത്തിൽ പ്രതിജ്ഞാബദ്ധരായുണ്ട്. ആണത്തമുള്ളവർക്ക് വരാം. എങ്ങനെ ഇവരിൽ ശിർക്കും കുഫറും ആരോപിക്കാൻ കഴിയും? ഇതൊക്കെ ചെറിയ വാക്കുകളാണോ?
മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം കിട്ടാത്തവൻ പല ഭ്രാന്തും പറയുന്നതിൽ പ്രതികരിക്കണ്ടെന്ന് വെച്ചതാ. പക്ഷേ സാധാരണക്കാരന്റെ ആഴ്ചയിലപ്പുറം അതിങ്ങനെ മീഡിയകളിൽ ഷെയർ ചെയ്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് അറിയില്ല, കാരണം രൂപത്തിൽ പകച്ചുപോയി, കോലത്തിൽ പകച്ചുപോയി. പണ്ട് പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി പെരുമ്പാവൂര് വെച്ച് വല്ലാതെ പ്രസംഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവനെ ചുഴലിക്കാറ്റ് കൊണ്ടുപോവട്ടെ, അവന്റെ ഹിദായത്ത് അങ്ങനെ ആവട്ടെ എന്ന് ബാപ്പു ഉസ്താദ് വാരുന്നതിന്റെ ദൃസാക്ഷിയാണ്. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ നേരിട്ട് കേട്ട സ്വഹാബിയുടെ ഉള്ളിലേക്ക് വെളിച്ചെത്തുന്ന രീതിയാ. ഖുർആന്റെ അനശ്വരമായ വചനങ്ങൾ കേട്ടപ്പോ പിന്നെ ഉമർ ചിന്തിച്ചത് ഇതൊരു മാന്ത്രികന്റെ വാക്കുകളാ, ഇതൊരു ജ്യോത്സ്യന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഖയുടെ 42-ാമത്തെ ആയത്ത് പറഞ്ഞത് വലാ ബിഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ. ഒരിക്കലും ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല. ഒന്ന് കേട്ടാൽ മതി, ഖുർആൻ ഓതിയാൽ അത് കേട്ടാൽ മതി, അത് വെച്ച് ഉപദേശിക്കണ്ട. ബഗ്ദാദിൽ എല്ലാ വ്യാഴാഴ്ചയും അസ്ർ കഴിഞ്ഞാൽ ഒരു വഅലുണ്ട്. ആ വഅല് കേൾക്കാൻ വരുന്നവർ വഅല് കേട്ടുകൊണ്ടിരിക്കെ ബോധം കെട്ടുപോകും. എന്തുകൊണ്ട്? ആ വഅലിൽ പറഞ്ഞത് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എടുത്തു നോക്കി റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം, സമസ്തക്കാരല്ലാതെ എഴുതിയത് നദ്വി സാഹിബ് എഴുതിയതാ. എന്റെ കയ്യിൽ റിജാലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാൽ കേട്ടവൻ ബോധം കെടും, പിന്നെ അവൻ എഴുന്നേറ്റുകൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. വെറുതെ ഒന്നുമല്ല അബ്ദുൽ ഖാദറിന് മുഹയ്യിദ്ദീൻ എന്ന പേര് കിട്ടിയത്. പ്രകീർത്തിച്ചു പോവൂലേ? ഇത്രയും വലിയൊരു ദാഇ ഒരു സ്വഹാബിക്ക് പോലും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ മഹാനല്ലേ? ഖുതുബിയത്തിൽ അന്തസ്സോടുകൂടെ ആ ചരിത്രത്തെ പാടി. എന്റെ വല്ലുപ്പ പറഞ്ഞതാ ഈ ദീനിന്റെ ദഅവത്ത്. അതെങ്ങനെ? സ്വലാത്ത് കൊണ്ടും പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ വെളിച്ചം കൊണ്ടും മനസ്സിന് പിടിച്ചു കെട്ടിയ മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണ്. ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിലുണ്ടല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ 10 കൊല്ലം മുമ്പ് വഫാത്തായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വഫാത്തിന്റെ നേരത്ത് മരണത്തിന്റെ ദാഹജലം കൊണ്ടുവന്നു കൊടുത്തു. ബിദൽബ് എന്ന് തന്നെ പറഞ്ഞത്, ബക്കറ്റ് കൊടുത്തു. സാധ്യമാണോ? ആണല്ലോ. മൻ റആനി ഫഖദ് റആനി, എന്നെ കണ്ടാൽ ഞാൻ തന്നെയാണത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്ത ബന്ധം, നുബുവത്തിന്റെ വെളിച്ചം പിൻഗാമികളായ അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിലേക്ക്. ഹബീബായ നബി തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ, ജനാസ കുളിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ എന്നതിന്റെ രൂപം ഇനി വഹിയെന്ന് പറയാനില്ലാത്തോടത്ത് 40ഓളം സ്വഹാബികൾ കണ്ട സ്വപ്നത്തിന്റെ പരിണിത ഫലമായി ഒരേ ആശയത്തിൽ ആ ജനാസ കുളിപ്പിക്കൽ എങ്ങനെ എന്നത് സംഭവിച്ചു. ഫത്ഹുൽ ബാരി പോലെയുള്ളത് എടുത്തു നോക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ദഅവത്തുകളിൽ ഒരു മുഹമ്മദിയ ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ നടക്കുന്നില്ല എന്നതാണ്. ഹബീബായ നബിയെയും സ്വഹാബത്തിനെയും മാറ്റിവെച്ചിട്ട് പരിഷ്കരിക്കാൻ വന്നവന് എന്ത് ഇസ്ലാം? അവസാനം അവൻ നെഹ്റു ഭ്രാന്താശുപത്രി സന്ദർശിക്കാൻ പോയ പോലെയായിപ്പോയി. എല്ലാവരും അധികാരത്തിന്റെ തലപ്പത്ത് വരുമ്പോ ഒരു പുതിയത് ചെയ്യാറുണ്ട്, പലയിടങ്ങൾ സന്ദർശിക്കാറുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യം ചെയ്തത് ഒരു ഭ്രാന്ത ആശുപത്രി സന്ദർശിക്കാൻ ചെന്നു. ഗേറ്റ് കടന്നു, ഭ്രാന്തന്മാരൊക്കെ കണ്ടു. എല്ലാവരും അവഗണിച്ചിടുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിലെ ഭ്രാന്താശുപത്രികൾ. ആദ്യം കണ്ട ഭ്രാന്തൻ ഗേറ്റിന്റെ അവിടെ വരെ നിൽക്കണമെങ്കിൽ കുറച്ച് ഭ്രാന്ത് കുറഞ്ഞ ആൾ അവിടെ വരെ പോവാ, അല്ലാത്തവർ സെല്ലിന്റെ അകത്താ. ആദ്യം കണ്ട ഭ്രാന്തൻ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. വിനയത്തോടു കൂടെ പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആ ഭ്രാന്തൻ ഒന്ന് ചിരിച്ചു. ചങ്ങലയുടെ പ്രതിബന്ധങ്ങളില്ലാതെ ഒരുമാതിരി നോർമലായി കൊണ്ടിരിക്കുന്ന ഭ്രാന്തൻ ഒന്ന് ചിരിച്ചു. എന്താ സഹോദര നിങ്ങൾ ചിരിച്ചു? ഒന്നുമില്ല, നിങ്ങൾ 2 ആഴ്ച മരുന്ന് കഴിച്ചത് മാറിക്കോളും. ഞാനിവിടെ വന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് അമേരിക്കയുടേതായത് കൊണ്ട് 1 മാസം ഗുളിക കഴിക്കേണ്ടി വന്നു. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് 2 ആഴ്ച കഴിച്ചാൽ മതി, അത് മാറിക്കോളും എന്നാ പറഞ്ഞത്. സത്യത്തിൽ ആർക്കും അവിടെ ഭ്രാന്ത്?
ഈ അവസ്ഥയാണ് പണ്ഡിത വേഷം കെട്ടിക്കൊണ്ട് പാതിരാവിന്റെ പരാവെളിച്ചത്തിലിരുന്ന് മൈക്ക വെച്ച് കെട്ടി വിവരമില്ലാത്തവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറി പറയുകയും 8 നൂറ്റാണ്ടിനുള്ളിൽ ലോകത്ത് വന്ന ഏറ്റവും വലിയ പ്രതിഭാശാലിയായ മുത്തഖിയായ മഹാപണ്ഡിതരെ പ്രകീർത്തിക്കപ്പെടുന്ന ഇടങ്ങളെ ക്ഷേത്രതുല്യമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രീതിയിലേക്ക് കുഫറിന്റെ ശിർക്കിന്റെ മുദ്ര കുത്തി കുഫറിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നവർക്ക് ആശയ പാപ്പരത്തം വന്നതുകൊണ്ടാ ഇങ്ങനെയുള്ള പിച്ചും പേയും പറയുന്നതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നേരത്തെ ഒന്ന് എറിഞ്ഞു വെച്ചതാ. കാരണം റബീഉൽ അവ്വലും പ്രകീർത്തനം, റബീഉൽ ആഖിറും പ്രകീർത്തനം. ഈ പ്രകീർത്തനങ്ങളൊക്കെ അല്ലാഹു അംഗീകരിച്ചതല്ലേ? ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂൻ. എന്താ യുസല്ലൂൻ? യുസല്ലൂന യഅ്തനൂന ബിഇൽഹാരി ശറഫിഹി വതഅലീം ശഅനിഹി. തഫ്സീറുൽ ബൈളാവി. ഹബീബായ നബി തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ അല്ലാഹു പരിഗണിച്ചു. ഒരു വ്യക്തിത്വത്തെ എങ്ങനെയാ പരിഗണിക്കുക? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ വ്യക്തിത്വത്തെ പരിഗണിച്ചു. ശിലകളിലും സ്തംഭങ്ങളിലും സ്തൂപങ്ങളിലും എന്തിനേറെ കറൻസിയുടെ അകത്തളങ്ങളിൽ പോലും ആ അർദ്ധവേഷധാരിയെ പോലും എല്ലാവരും പരിഗണിക്കണം, ആദരിക്കണം. ഗാന്ധി നിന്ന രാജ്യത്തെ ഒരു പ്രധാനമായ ഒരു കുറ്റമായി തന്നെ കാണുന്നു. ഇത് സ്വാഭാവിക ബോധമുള്ള മനുഷ്യരിൽ പൂർവീകർ ചെയ്ത നന്മകളെ അംഗീകരിക്കുക എന്നൊരു പാരമ്പര്യം പഠിപ്പിച്ചു വെക്കലല്ലേ? ഒരു പരിഗണനയുമില്ലേ? അള്ളാഹുവിന്റെ ദീനിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്ലേഷണം നൽകിയിട്ടുള്ള അതിന് കാരണക്കാരനായ ആ 92 വർഷവും 7 മാസവും ജീവിച്ച ബഗ്ദാദിന്റെ പുത്രന് പരിശുദ്ധമായ ഖുർആനും തൗറാത്തും ഇഞ്ചീലും സബൂറും ഒരേ സമയം അനായാസമായ വാഗ്വിലാസത്തിലൂടെ അവതരിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന മഹാപണ്ഡിതർക്ക് ഒരു പ്രത്യേകതയുമില്ലേ? ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ എന്ന് പറഞ്ഞ സൂക്ഷ്മതശാലിക്ക് ഒരു പ്രത്യേകതയുമില്ലേ? കറാമത്തിന്റെ കറകളഞ്ഞ ആശയങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിലുണ്ടെന്ന് പറയാൻ പറ്റുന്ന വിധം ഒരു ചരിത്ര വിദ്യാർത്ഥികളുടെ മുന്നിൽ വിശാലമായ പഠനത്തിന്റെ ഒരു വലിയ ബഹർ തന്നെ തുറന്നു കൊടുത്ത ഖബറകത്തു നിന്നും സലാമിനെ കേട്ടവർ, ഖബറകത്തുള്ളവരോട് മൊളിന്തവർ എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിത്വം അങ്ങനെ ആയി തീരുമെന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ചടുലമായ ഉദാഹരണത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് ഒരു മഹത്വമല്ലേ? ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്നതിന്റെ പരിപൂർണതയെ പ്രായപൂർത്തിക്ക് മുമ്പ് തന്നെ അവതരിപ്പിച്ച് കാണിച്ച, പിറവിയുടെ തൊട്ടടുത്ത നിമിഷം പരിശുദ്ധ റമദാനിന്റെ 1-ാമത്തെ പകൽ മുതൽക്ക് പകലിൽ മുലപ്പാല് വർജിച്ച് അച്ചടക്കത്തോടുകൂടിയും സമചിത്തയോടുകൂടിയും എങ്ങനെ റമദാനിന്റെ അച്ചടക്കത്തെ പാലിക്കുകയോ ചെയ്യുക, അതിനെ പരിപൂർണമായും നവജാത പ്രായത്തിൽ തന്നെ ശീലിച്ചും പാലിച്ചും വന്ന് പണ്ഡിതന്മാരെ ചിന്തിപ്പിച്ച അബൂ സാലിഹിന്റെ മകന് ഒരു പ്രത്യേകതയുമില്ലേ? ഈ അർത്ഥത്തിൽ ചിന്തിക്കുന്നിടത്ത് ഒരു മുസ്ലിം അവന്റെ പൂർവീകരെ അംഗീകരിച്ചു പോകുന്ന ആശയത്തിൽ നിൽക്കുന്നുവെങ്കിൽ അവനെയാണ് മുസ്ലിം എന്ന് പറയാ. ഒരു ബറക്കത്തുള്ള മനുഷ്യൻ അവനാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ ഒരു സ്വഹാബി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ നെറുകയിൽ കൈവച്ച് തലോടിയിട്ട് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ സ്വഹാബിയുടെ നെറ്റിത്തടത്തിൽ രോമം മുളയ്ക്കുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അനബി തുഫൈൽ അന്ന റജുലൻ വുലിദ ലഹു ഗുലാം അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഉതിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിബസ്റതി വജ്ഹിഹി വദഅ ലഹു ബിൽ ബറക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇബാറത്ത് വേണമല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ദ്വാരന്ന് മന്ത്രിച്ചു കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയോ? ആ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹി കൈ വെച്ചു കൊടുത്ത് രോമം മുളച്ചു. ഏതുപോലെ ഒരു അമ്പിന്റെ നാട പോലെ ആ രോമം അങ്ങനെ നീണ്ടു വരാൻ തുടങ്ങി. കുട്ടി വളർന്നു. സ്വതസിദ്ധമായ ആശയങ്ങളെ പിൻപറ്റാനുള്ള സർവ്വസ്വാതന്ത്ര്യത്തിലും ആ കുട്ടി ലയിച്ചു. പരിസരങ്ങൾ അങ്ങനെയാക്കി. ആ കാലഘട്ടം ഖവാരിജുകളുടെ അധിനിവേശമുണ്ടായിട്ടുള്ള കാല. ഖവാരിജുകളുടെ ചിന്തയിലേക്ക് കുട്ടിയുടെ ചിന്ത മാറുന്ന സന്ദർഭത്തിൽ ഹബീബായ നബി കൈവച്ചോടത്ത് മുളച്ചു വന്ന രോമങ്ങൾ പൊഴിയാൻ തുടങ്ങി.
ആ രോമങ്ങൾ പൊഴിഞ്ഞു പോവാൻ തുടങ്ങി. ആ രോമങ്ങൾ പൊഴിയാൻ തുടങ്ങി. റസൂലുള്ള മനസ്സിലില്ലെങ്കിൽ അവന് ഹിദായത്തില്ല. ആ രോമങ്ങൾ പൊഴിഞ്ഞു പോയതിന്റെ ശേഷം വാപ്പയുടെ അഭിപ്രായങ്ങളും ഇടപെടലുകളും ആ മോന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഖവാരിജി ചിന്തന കുട്ടി തൗബ ചെയ്ത് പിന്നെ ഇസ്ലാമിലേക്ക് വീണ്ടും വന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ നെറ്റിയിൽ പൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും മുളയ്ക്കാൻ തുടങ്ങി. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ രാവിലെയും ഹദീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലില്ലാത്തവൻ പല പേക്കൂത്തുകളും വിളിച്ചു പറയും. അതിനെ മുസ്ലിം സമുദായം പുച്ഛിച്ച് തട്ടിക്കളയും. തലമുടി ചീകുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ താഴെ പോവും, ആരും അത് അന്വേഷിച്ചു പോവൂല എന്ന് പറഞ്ഞ പോലെ ചുഴലി ഊതിപ്പോകുന്നോടത്ത് പലതും പൊഴിഞ്ഞു പോകും, ആരും അന്വേഷിച്ച് പിന്നാലെ വരില്ല. അവനവന്റെ ആവശ്യ അള്ളാഹുവിന്റെ ദീൻ, അതിലേക്ക് വരാ. പണ്ഡിത വേഷധാരികൾ ദുന്യവിയായ ലാഭത്തിന് വേണ്ടി ലോകത്തുള്ള മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളുമാകുന്നോടത്ത് അതിന്റെ ഗൗരവം വലുതാണെന്ന് പറയാൻ ജീവനുള്ളോടത്തോളം കാലം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ, വായിൽ അസുഖബാധിതനായ സഹോദരൻ രോഗനിർണയത്തിനായി ടെസ്റ്റിന് സാമ്പിൾ നൽകി വീട്ടിൽ വിശ്രമത്തിലാണ്. പരിശോധനയുടെ ഫലം സന്തോഷമുള്ളതാക്കണേ അല്ലാ. ഈ നല്ലൊരു ദിവസം, ഈ നല്ലൊരു സദസ് റബ്ബേ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, സഹോദരന്റെ രോഗനിർണയത്തിൽ സന്തോഷമുള്ള വാർത്ത കേൾക്കണമല്ല. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ സംഭാവന ചെയ്തിട്ടുണ്ട്. ഖബൂലാക്കുക അല്ലാ. ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാ. രോഗശമനത്തിനായി ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. തൊഴിൽ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറി ഏറ്റെടുത്ത തൊഴിൽ കൃത്യമായി പൂർത്തീകരിക്കാൻ മുടങ്ങാതെ പള്ളിയിലേക്ക് 313 രൂപ സംഭാവന ചെയ്യുന്ന സഹോദരൻ നീ ബർക്കത്ത് നൽകുക അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നീ വിശാലത നൽകണേ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 313 രൂപ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മുറാദ് ഹസ്സലാക്കുക അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ചെറുതും വലുതുമായി ആയിരക്കണക്കിന് രൂപ അതിലേക്ക് സംഭാവനകൾ പറഞ്ഞവർ, തന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ഖൈറ് നൽകുക അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. അവസാനം നന്നായി മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. മരണപ്പെട്ടവരെ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ സ്വർഗമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.